ബഫർ സോൺ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ നീക്കം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്ഥിരമായി റഷ്യൻ ആക്രമണം നേരിടുന്ന ഗ്രാമങ്ങളായിരുന്നു ഇത്. നൊവേങ്ക, ബാസ്പിലിക്ക, സുരോവ്ക എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. ബിലോവ്തിം തുടങ്ങിയ പ്രദേശങ്ങൾ റഷ്യ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. പി.വി. അൻവറിനെതിരെ വിമർശനവുമായി മലപ്പുറം DCC സെക്രട്ടറിയുടെ പോസ്റ്റ്. വിലപേശി അഡ്മിഷൻ എടുക്കാൻ LDF മുന്നണിയല്ലെന്ന് DCC സെക്രട്ടറി EP രാജീവ് പറഞ്ഞു. അൻവർ സ്ഥാനാർത്ഥിയായാലും ഇല്ലെങ്കിലും വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ MLA. അതിനുള്ള സംഘടനാ സംവിധാനം UDF-ന് നിലമ്പൂരിലുണ്ട്. മുൻപ് UDF-നോട് മര്യാദകേട് കാണിച്ച PC ജോർജിനെ പോലുള്ളവർ ഇന്ന് എടുക്കാച്ചരക്കുകളായി എവിടെ കിടക്കുന്നുവെന്ന് ഓർക്കുന്നത് നന്നാകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട. അൻവറിനേക്കാളും രാഷ്ട്രീയ ബോധമുള്ളവരാണ് തവനൂരും നിലമ്പൂരും ഉള്ളതെന്നും പോസ്റ്റിൽ പറയുന്നു. പി.വി. അൻവറിനെതിരായ വിമർശനവുമായി മലപ്പുറം DCC സെക്രട്ടറിയുടെ പോസ്റ്റ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്നതടക്കം പോസ്റ്റിൽ പറയുന്നു. ലിവർപൂൾ FC-യുടെ പ്രീമിയർ ലീഗ് വിജയ പരേഡിനിടെ ആളുകൾക്കിടയിലേക്ക് കാറിടിച്ചു കയറി നിരവധി പേർക്ക് പരിക്ക്. 50ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. പരിക്കേറ്റവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 പേർ വാഹനത്തിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. കാറിന്റെ ഡ്രൈവർ എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് സ്വദേശിയായ 53-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇതിനെ തീവ്രവാദമായി കണക്കാക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി